ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ്. നമ്മൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് കുറച്ച് നാളുകളായി. അപ്പോൾ പലരും വാട്സപ്പിലും അതുപോലെ കമൻസിലൂടെയൊക്കെ അറിയിക്കുന്നുണ്ട് ആ ഒരു തേർഡ് പാർട്ടിയോടുള്ള കാര്യങ്ങളും കൂടി നോക്കുന്നതിനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുള്ളത് ആരാണ്, നിങ്ങളോടാണോ അവർക്ക് ആ ഒരു കൂടുതൽ ഫീലിങ്സ് ഉള്ളത്, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോടാണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇന്നിവിടെ നമ്മൾ നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ആരാണുള്ളത്, നിങ്ങൾ തന്നെയാണോ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടാണോ കൂടുതൽ താല്പര്യം, എന്താണ് അവരുടെ ഒരു അവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. എങ്കിൽ പോലും നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് മനസ്സിലാവുന്നത് ഇതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടിയുടെ സാമീപ്യം ഈ ഒരു പേഴ്സണ് ഈ ഒരു സമയത്ത് വളരെ കുറവായിരിക്കും. അതായത് അവരുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് ചിലപ്പോൾ കുറവായിരിക്കാം. ആ ഒരു തേർഡ് പാർട്ടി തീർച്ചയായിട്ടും അവരുടെ ലൈഫിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇൻ ബിറ്റ്വീനിലുണ്ടെങ്കിൽ പോലും ആ ഫിസിക്കലി ആ ഒരു പേഴ്സൻ്റെ അടുത്ത് നിങ്ങളുടെ വ്യക്തി ഉണ്ടാവണം എന്നില്ല. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ എബ്രോഡുള്ളൊരു വ്യക്തിയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം എബ്രോഡുള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ അവർ സെപ്പറേറ്റഡ് ആയിട്ട് ഏതെങ്കിലും കാരണത്താൽ താമസിക്കുന്നവരായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഫിസിക്കലി ഉള്ള അവരുടെ ഒരു സാന്നിധ്യം കുറച്ച് കുറവായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ പാസ്റ്റ് അത്രത്തോളം റിവീലായിട്ട് വന്നിട്ടില്ല, എങ്കിൽ പോലും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒരു പ്രത്യേക ഘട്ടം എത്തിയപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളും ഒരു ചോയ്സ് ആയിട്ട് വന്നപ്പോൾ ഇവർക്ക് നിർബന്ധിതമായിട്ട് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചൂസ് ചെയ്യേണ്ടതായി വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവാം. ചിലർ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്ത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് ആ ഒരു പഴയ രീതിയിൽ അവർക്ക് വരാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ അത് ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു നിർബന്ധിതമായ സാഹചര്യത്തിൽ തന്നെ ഇവർ നിങ്ങളിൽ നിന്ന് അകന്നു പോയതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാവുന്നത് അന്ന് നിങ്ങളുടെ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഈ ഒരു പേഴ്സൺ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളതെങ്കിൽ കറൻ്റ്ലി ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നാണ് അവർ മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷേ അവർ സ്റ്റിൽ ഇതിൽ നിന്ന് മൂവ് ഓൺ ആയിട്ടില്ല. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കൺട്രോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണിനുണ്ട്, ആ ഒരു തേർഡ് പാർട്ടിയും അവിടെ തന്നെയുണ്ട്. പക്ഷേ എങ്കിലും മാനസികമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും അത് ഉപേക്ഷിച്ച് പോയാൽ മതി എന്നുള്ളൊരു മൈൻഡിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ആ ഒരു തോന്നൽ ഉണ്ടാവാനുള്ള കാരണം തന്നെ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി നല്ല രീതിയിൽ ഡൊമിനേറ്റിംഗ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതായത് അവർ ഒരുപാട് നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയോ രീതിയിൽ അവർ നിയന്ത്രിച്ച് നിർത്താനായിട്ട് ആ ഒരു പേഴ്സൺ താല്പര്യപ്പെടുന്നു. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഒരിക്കലും ഈ ഒരു വ്യക്തി തിരിച്ചു വരാത്ത രീതിയിലായിരിക്കും അവർ കൺട്രോൾ ചെയ്ത് വെക്കുന്നത്. ചിലപ്പോൾ സോഷ്യൽ മീഡിയാസൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും അതെങ്ങനെ ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്ന് വരെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ശഠിക്കുന്നുണ്ടാവാം. അപ്പോൾ ഒരു തരത്തിലും ഒരു ഫ്രീഡം കൊടുക്കാതെ, അല്ലാന്നുണ്ടെങ്കിൽ ഈച്ച് ആൻഡ് എവറിത്തിങ് ഈ ഒരു വ്യക്തി അറിയിക്കാതെ ചെയ്യരുത് എന്നുള്ളൊരു നിഷ്കർഷ ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് കാണാം. കാരണം അത്രത്തോളം ഒരു ശ്വാസം മുട്ടൽ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി ഇവരിൽ നിന്ന് ഫിസിക്കലി കുറച്ച് ദൂരത്താണെന്നുണ്ടെങ്കിൽ പോലും, അതായത് ഇവർ തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും എത്ര ദൂരത്ത് നിന്നും നിങ്ങളുടെ പേഴ്സണെ നിയന്ത്രിക്കാനുള്ളൊരു കീ ഈ ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്കാണെങ്കിലും തോന്നിയേക്കാം ഇത്രയും അവർ തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവർ ഒരുമിച്ചല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ അവർക്ക് ഇവരെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് വളരെ നിർബന്ധിതമായിട്ടാണ് ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ അവർ തീർച്ചയായിട്ടും നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് പർപ്പസ്ഫുള്ളി ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അപ്പോൾ അതിനെ തുടർന്നാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് തീർച്ചയായിട്ടും മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ
എത്ര ദൂരത്ത് നിന്നാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ അവരെ നിയന്ത്രിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജിയും സിറ്റുവേഷനും ഒക്കെ നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോയത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ഇവരിൽ നിന്ന് അകന്നാണോ നിൽക്കുന്നത്, അകന്ന് നിന്നിട്ടും എന്തുകൊണ്ട് ഇവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് നിങ്ങളിൽ ചിലർക്കെങ്കിലും വിസിബിളായിട്ടുള്ള കാര്യം തന്നെ ആയിരിക്കാം. ഇനി ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇവരുടെ ഫാമിലിയോ അല്ലെങ്കിൽ അത്രത്തോളം വേണ്ടപ്പെട്ട വ്യക്തിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആയിരിക്കാം. അതായത് എത്ര ദൂരത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ഒരു റിമോട്ടിൻ്റെ കാര്യം പറയുന്ന പോലെയാണ് അവർക്ക് ഇവരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പേഴ്സണെ അവർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ഒരു പക്ഷേ ബ്ലാക്ക് മാജിക് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് വളരെ ക്ലിയറായിട്ട് വ്യക്തമാവുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയതല്ല. ഇവർ ആ ഒരു നിർബന്ധിതമായ സാഹചര്യം കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോയിട്ടുള്ളത്. കാരണം അന്നും ഇന്നും ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയോട് അത്രയധികം ഒരു അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അവർക്ക് തീരെ അറ്റാച്ച്മെൻ്റ് ഇല്ല. അന്ന് ആ ഒരു സമയത്ത് പോയെങ്കിൽ പോലും ഇപ്പോൾ അത്ര പോലും ഒരു അറ്റാച്ച്മെൻറ്റ് ഈ ഒരു തേർഡ് പാർട്ടിയോട് മാനസികമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇല്ല. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പർപ്പസ്ഫുള്ളി നിങ്ങളെ ചതിച്ചു പോയതാണ് എന്നറിയുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല. കാരണം അങ്ങനെ ചീറ്റ് ചെയ്തേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പണി തരാം എന്ന് വിചാരിച്ച് പോയിട്ടുള്ള ഒരാളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും നശിപ്പിക്കണം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് തുടർന്ന് പോകാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ആ ഒരു തേർഡ് പാർട്ടി ഉണ്ടാക്കിയ ഒരു സിറ്റുവേഷൻ കൊണ്ട് മൂവ് ചെയ്ത് പോയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് ഇവിടെയുള്ളത്. ഒരു പക്ഷേ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലുള്ള സമയത്തും ഈ ഒരു തേർഡ് പാർട്ടിയുടെ കാര്യം നിങ്ങൾക്ക് അറിയുന്നൊരു സംഭവം തന്നെയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ അത്രയധികം താല്പര്യമില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കാം. കാരണം ഈ ഒരു തേർഡ് പാർട്ടി ചിലപ്പോൾ നേരത്തെ മുതൽ നിങ്ങളുടെ പേഴ്സണെ നിർബന്ധിക്കുന്ന കാര്യങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോരണമെന്ന് അവരെ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയായിരിക്കാം. അപ്പോൾ ഇവിടെ അന്ന് മുതലേ ഈ ഒരു പേഴ്സൺ അവരോട് അത്രത്തോളം അറ്റാച്ച്മെൻ്റ് ഇല്ല, നിങ്ങളുടെ കൂടെ നിൽക്കാൻ തന്നെയാണ് ഈ ഒരു പേഴ്സൺ താല്പര്യമുള്ളത്. പക്ഷേ അവർ ആ ഒരു നിർബന്ധിതമായിട്ടുള്ള ഒരു സാഹചര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി നിർബന്ധിതമായിട്ട് ഉണ്ടാക്കിയതായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് അവരിവിടെ നിന്ന് പോയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ അവരോടൊരു എന്താ പറയുക, അവരുടെ കൂടെ നിൽക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു കൺട്രോളിലാണെന്നുണ്ടെങ്കിൽ പോലും ഒരു വൈരാഗ്യ ബുദ്ധി അല്ലെങ്കിൽ ഒരു ദേഷ്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരിക്കലും സന്തോഷത്തോടു കൂടിയോ അല്ലെങ്കിൽ മുഴുവനായിട്ട് അവർക്ക് കീഴടങ്ങിയോ അല്ല ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. മാനസികമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. മാനസികമായിട്ട് അവരൊട്ടും കീഴടങ്ങിയല്ല നിൽക്കുന്നത്. അവരെന്തിനൊക്കെയോ വേണ്ടി ഈ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാവുന്നൊരു കാര്യമായിരിക്കാം, ഈ ഒരു തേർഡ് പാർട്ടിയേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ തന്നെയാണ് സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോടാണ് അവർക്ക് ചായ്വ് കൂടുതലുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയായിരിക്കാം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ കുറച്ച് ഓവർ കോൺഫിഡൻസ് ആയിട്ടുണ്ടാവാം. ഈ ഒരു പേഴ്സൺ ഒരിക്കലും നിങ്ങളെ വിട്ടു പോവില്ല. കാരണം ആ ഒരു തേർഡ് പാർട്ടിയേക്കാൾ ഉപരിയായിട്ട് നിങ്ങളെ സ്നേഹിക്കുമ്പോൾ ഒരിക്കലും അവർക്ക് നിങ്ങളെ വിട്ടു പോകാൻ കഴിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷേ ആ ഒരു ചിന്താഗതി മാറ്റിക്കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ അവരുടെ കൂടെ പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ അറിയാമായിരിക്കും എന്തുകൊണ്ട് അവർ പോയി. ഇത്രയും സ്നേഹത്തോടെ ഇരുന്നിട്ടും പോകാനുണ്ടായ പ്രഷർ എന്താണെന്നുള്ളത് ചിലർക്ക് അറിയാമായിരിക്കും, ചിലർക്കൊന്നും അറിയണ്ടാവില്ല. ഈ ഒരു പേഴ്സൺ വളരെ സൈലൻ്റായിട്ട് തന്നെയായിരിക്കാം പോയിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് എല്ലാവിധ ഒരു കമ്മ്യൂണിക്കേഷനും തന്നുകൊണ്ട് അല്ലെങ്കിൽ എല്ലാ ഇൻഫോർമേഷൻസും നിങ്ങൾക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്നും മിണ്ടാതെ സൈലൻ്റായിട്ട് പോയതായിരിക്കാം. അപ്പോൾ ഇവിടെ ഈ 2 ഡെക്സിൽ നിന്നും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് 8 ഓഫ് കപ്സിൻ്റെ എനർജി തന്നെയാണ്. അപ്പോൾ വീണ്ടും വീണ്ടും നമുക്കത് മനസ്സിലാക്കി തരികയാണ്, ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങിപ്പോരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ മനസ്സുകൊണ്ട് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു. അവർക്കൊട്ടും താല്പര്യമില്ലാത്തൊരു എനർജിയാണ് ആ ഒരു തേർഡ് പാർട്ടിയുടെ. പക്ഷേ നിവൃത്തികേട് കൊണ്ട് അവരുടെ അണ്ടറിൽ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അവർ തമ്മിൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ലെസ് കമ്മ്യൂണിക്കേഷനാണുള്ളത്, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ സുതാര്യമല്ല. അവർ തമ്മിൽ കോൺടാക്റ്റും അല്ലെങ്കിൽ കാര്യങ്ങളും എല്ലാം ചിലപ്പോൾ സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കാം. പക്ഷേ എങ്ങനെയാണെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പൂർണ്ണമായിട്ട് പോയിട്ടുണ്ടാവില്ല. കാരണം അവരുടെ മനസ്സിൽ ഇവരോടൊരു താല്പര്യക്കുറവും ആ ഒരു ഇഷ്ടമില്ലായ്മയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവരൊരു ഡിസ്റ്റൻസ് ഇട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളിലേക്ക് വരില്ല എന്നുള്ളൊരു ഉറപ്പ് മാത്രമായിരിക്കാം തേർഡ് പാർട്ടി ഇവരിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടാവുക. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ്ലി മൂവ് ഓൺ എന്നുള്ളൊരു മൈൻഡ് തന്നെയാണ് ഈ ഒരു പേഴ്സണ് കറൻലി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിയും അതുപോലെ തന്നെ ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് കൂടുതൽ വഴക്കുകൾ ഉണ്ടാകുന്നത്, ഓൾറെഡി വഴക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു.
അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന നിങ്ങളുടെ പേരിൽ തന്നെ ആയിരിക്കാം. അതായത് ഈ ഒരു വ്യക്തി ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവാം ഒരടുപ്പം കാണിക്കുന്നില്ല ഈ ഒരു പേഴ്സൺ. അവർ വിചാരിച്ചത്രയും ഒരു ബോണ്ടിങ്ങിലേക്ക് ഈ ഒരു പേഴ്സൺ വന്നിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴും നിങ്ങളോട് കോൺടാക്റ്റ് വെക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ആ ഒരു തേർഡ് പാർട്ടിക്ക് ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആ ഒരു വഴക്കും കാര്യങ്ങളും കൂടുതലായിട്ട് വരികയും അതുപോലെ തന്നെ ആ ഒരു തേർഡ് പാർട്ടി ഇവരെ വളരെ കാര്യമായിട്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലർക്കെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ വ്യക്തികളാവാം, അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഒരു ഫെമിനിൻ എനർജി തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ചിലപ്പോൾ സപ്പോർട്ടിംഗ് ആയിട്ട് അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നതിനായിട്ട് മറ്റുള്ള ഒരു വ്യക്തികൾ ഉണ്ടായിരുന്നിരിക്കാം. അത് ചിലപ്പോൾ ഇവരുടെ ഫാമിലിയിലുള്ള വ്യക്തികൾ തന്നെയായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം. അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ആ ഒരു ഫെമിനിൻ എനർജിക്ക് ചിലപ്പോൾ ഒരു സപ്പോർട്ട് ഉണ്ടായേക്കാം. അപ്പോൾ ഇവിടെ ശരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോയിരിക്കുകയാണ്. അതായത് അവർക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ആ ഒരു സിറ്റുവേഷനുമായിട്ട് അവർക്ക് പൊരുത്തപ്പെടേണ്ടി വന്നിരിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ ഇഷ്ടങ്ങളും അവർക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ള ആ ഒരു സിറ്റുവേഷനിൽ ഒട്ടും ഹാപ്പിയല്ല. പലപ്പോഴും അവരുടെ ഉള്ളിൽ നിങ്ങളുടെ കൂടെ തന്നെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മനസ്സ് സോൾ നിങ്ങളോടൊപ്പം തന്നെയാണ്, നിങ്ങളുടെ കാര്യങ്ങളാണ് അവർ ഓർക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട്. അവിടെ ആ ഒരു തേർഡ് പാർട്ടിയോട് അവർ കാണിക്കുന്നതും അല്ലെങ്കിൽ സംസാരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ അകറ്റി നിർത്തിയിരിക്കുന്ന ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവർ വളരെയധികം വിഷമത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഇവർക്ക് തീർച്ചയായിട്ടും ആ ഒരു ഹാർട്ട് പെയിൻ ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കിവിടെ കാണാം ആ ഒരു 3 of Swordsൻ്റെ എനർജി, ആ ഒരു ഹാർട്ട് ഏക്ക് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ അവർക്ക് ആ ഒരു ക്രേവിങ് ഉള്ളത് നിങ്ങളോടാണ്. ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും അവരുടെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ എന്ന അവരുടെ മനസ്സിലുള്ളത് നിങ്ങളാണ്. ഇവിടെ നമ്മൾ ആ ഒരു കാർഡ്സിൻ്റെ പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 10 of Air അവരിപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ മടുത്തിരിക്കുന്നൊരവസ്ഥയാണ്. അവിടെ നിന്ന് അവർക്ക് വീണ്ടും റിന്യൂ ചെയ്യേണ്ടത് ആ ഒരു പേജ് ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്കാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പാണ് അവർക്ക് റിന്യൂ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആ ഒരു 10 of Airൻ്റെ താഴെയാണ് നമ്മൾ നോക്കുന്നതെങ്കിലും ആ ഒരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒരുപാട് സ്നേഹം അവരുടെ ഉള്ളിലുണ്ട്, നിങ്ങളെ അവർ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതിലധികം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളുണ്ടായേക്കാം. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല. കാരണം എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ച് പോയല്ലോ എന്ന് ചിലവരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവാം, ചിലവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവാം. ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു പേഴ്സൺ ഇതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ നിവർത്തിയില്ല എന്നറിയുന്നവരും ഈ കൂട്ടത്തിലുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ആ ഒരു ഇമോഷൻസ് ഒന്നും പുറത്ത് കാണിക്കാൻ പറ്റാതെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു റിന്യൂവൽ ഉണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പഴയതുപോലെ തന്നെ കഴിയണം എന്നൊക്കെ ഈ ഒരു പേഴ്സൺ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സാഹചര്യം അതിന് സമ്മതിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ ആ ഒരു കിങ് ഓഫ് കപ്സിൻ്റെ താഴെ വന്നിരിക്കുന്നത് ലവേഴ്സ് കാർഡ് തന്നെയാണ്. അപ്പോൾ അവർക്കുള്ള ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ അത്രത്തോളം ആ ഒരു എന്താ പറയുക, ലവ്, എഫെക്ഷൻ, കെയർ, എന്ത് വേണമെങ്കിലും വിളിക്കാം, അതെല്ലാം അവർ തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളുടെയോ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോയതെന്നാണ്. പക്ഷേ രണ്ടുപേരുടെ മനസ്സിൽ ഒരുപാട് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ പരസ്പരം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് സ്നേഹമുള്ളത് നിങ്ങളോട് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ആത്മാർത്ഥതയുള്ളത് നിങ്ങളോട് തന്നെയാണ്. ഇവിടെ ആ ഒരു തേർഡ് പാർട്ടിയോട് അവർക്ക് ഒരു താല്പര്യവുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ തന്നെ ആ ഒരു തേർഡ് പാർട്ടിക്ക് ഒരു പണി കൊടുത്തുന്നിരിക്കും. അത്രത്തോളം ഒരു താല്പര്യമില്ലാത്തൊരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ എങ്കിലും അവർക്ക് അവിടെ സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുന്ന പോകേണ്ടെന്ന ഒരു കാര്യം തീർച്ചയായിട്ടും അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ആർക്കും ബലം പിടിച്ചൊന്നും നിയന്ത്രിച്ചോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് നിർത്താനോ സാധിക്കില്ല. ഒരു ഘട്ടം എത്തുമ്പോൾ ഇതെല്ലാം വിട്ടുപോകും, അല്ലെങ്കിൽ നമ്മളുടെ മനുഷ്യരുടെ കയ്യിലല്ല എല്ലാ കാര്യങ്ങളും ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇമോഷൻസ് വെച്ചിട്ടാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ കൈക്കരുത്ത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് കൊണ്ടാവാം, എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ മേൽ അവർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കാര്യം തീർച്ചയായിട്ടും നാളെ ഒരിക്കൽ വിട്ടുപോവുക തന്നെ ചെയ്യും. കാരണം ഇവിടെ രണ്ടുപേരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യമുണ്ട്, പരസ്പരം ഒന്നിച്ചു പോകാൻ തന്നെയാണ് ആഗ്രഹം, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് പഴയതുപോലെ പോകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ചില വ്യക്തികൾ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള ഒരു ടൈം അതിനനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ആ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും മാറിപ്പോവും. കാരണം രണ്ടുപേരും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മനസ്സുകൊണ്ട് പുറത്തു പോയിട്ടില്ല. സോ നിങ്ങൾക്ക് വീണ്ടും ഇതിലേക്ക് തിരിച്ചു വരാൻ പറ്റും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെ ഇരിക്കുക.
അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് നിങ്ങളുടെ എനർജീസാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷനാണ് ഇത്തരത്തിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ്. നമ്പർ 26, നമ്പർ 15, പൈസസ് zodiac sign, letter B for bat, number 23, letter G, letter F, Ernakulam, January month, letter U, letter A, number 29, March month, Leo zodiac sign, Kasargod, letter N ആണ് കേട്ടോ. പുണർദം നക്ഷത്രം, നമ്പർ 21, ആലപ്പുഴ, ലിബ്ര സോഡിയക് സൈൻ, ലെറ്റർ L, ലെറ്റർ E, വിർഗോ സോഡിയക് സൈൻ, ഭരണി നക്ഷത്രം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജി സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി തന്നെയാണ്. നമ്മളിവിടെ നോക്കിയത് നിങ്ങളുടെ പേഴ്സൺ ആരോടാണ് കൂടുതൽ താല്പര്യമെന്നാണെങ്കിൽ പോലും പണ്ട് മുതൽ അല്ലെങ്കിൽ ഇപ്പോൾ വരെ സ്റ്റിൽ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് തന്നെയാണ് താല്പര്യമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലിരുന്ന ഒരുപാട് ശ്വാസം മുട്ടുന്ന ഒരു പേഴ്സണെ തന്നെയാണ് നമുക്കിവിടെ റിവീലായിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ റീയൂണിയന് വേണ്ടിയിട്ട് പോസിറ്റീവായിട്ട് കമൻസ് ഇടുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.